ചെയ്തു. അത് വിവാഹത്തിന് മുമ്പ് ചെയ്യുന്നു, വിവാഹത്തിന് ശേഷം ചെയ്യുന്നതൊക്കെ വ്യത്യാസമല്ലേ? ഒരു പെണ്ണും ചെയ്യുന്നു, ആണും വ്യഭിചാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വർഗഭോഗം, ഇതൊക്കെ അതിന്റെ പാപത്തിന്റെ ഗൗരവത്തില് വ്യത്യാസങ്ങളില്ലേ? കണ്ടോ? അതിന് കൃത്യമായിട്ട് പറയുക. ഇപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു സഹോദരൻ, ആ സഹോദരൻ വിദേശത്ത് തന്നെ വിളിക്കുക. അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്ത വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. കാരണം അദ്ദേഹം ഏജ് 32, 33 ആയി. പക്ഷെ മകൻ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്? അവന് ചെറുപ്പത്തിലൊരു അക്രൈസ്തവ പെൺകുട്ടിയായിട്ടൊരു പ്രേമുണ്ടായി. പക്ഷേ അതിന് അപ്പനമ്മയെ സമ്മതിച്ചില്ല. പിന്നീട് ആ പെൺകുട്ടി വേറെ വിവാഹം കഴിച്ചു പോയി. അന്ന് മുതൽ അവന് അപ്പനോട് അമ്മയോട് വെറുപ്പാണ്. അവൻ ചിന്തിക്കുകയാണ്, ഇനി ആ പെൺകുട്ടീനെ ഇവര് സമ്മതിച്ചില്ലല്ലോ വിവാഹം കഴിക്കാനായിട്ട്, അതുകൊണ്ട് എനിക്ക് ഇനി വിവാഹം വേണ്ട എന്ന് വാശി പിടിച്ചുകൊണ്ട് ഇവൻ അപ്പനോട് അമ്മയോടും സഹകരിക്കാതെ വിവാഹം കഴിക്കാതെ അവൻ വാശി പിടിച്ചിരിക്കുകയാണ്, എല്ലാവരും വേദനിപ്പിച്ചുകൊണ്ട്. ഈ പ്രാർത്ഥനക്കാരൻ അപ്പനമ്മയും ശക്തമായ പ്രാർത്ഥന. ഇനി താഴ്വതയിൽ വേറൊരു അനിയനുണ്ട്, അവനും വിവാഹപ്രായമായി. പക്ഷേ ഇവൻ വിവാഹം കഴിക്കാതെ എങ്ങനെ അനിയൻ വിവാഹം കഴിക്കും? ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഇതൊക്കെ ഇവർക്കുള്ളതാണ്. അങ്ങനെ സങ്കടത്തോടെ വിളിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കാണിക്കുക, അപ്പനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം അപ്പനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പൻ ഒരു വലിയൊരു മദ്യപാനിയായിരുന്നു. ഞങ്ങൾ പെങ്ങന്മാരെ ആരും ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അപ്പനെ വേദനിപ്പിക്കാനൊക്കെ പല പ്രാവശ്യം ഇടവന്നിട്ടുണ്ട്. അപ്പനും ഞാൻ തമ്മിൽ ഒരുപാട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാന നാളുകളിൽ അപ്പൻ എന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം. ഞാനാണ് അപ്പനെ നോക്കിയത്. അങ്ങനെ അപ്പൻ മരിച്ചു. അപ്പൻ്റെ മരിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനാണ്, അദ്ദേഹം പറയുക. ഇത്രയും പറഞ്ഞപ്പോൾ വേറൊന്നും പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഫോണിംഗ് കൗൺസിലിംഗ് ഉണ്ട്. അദ്ദേഹം ആ ഫോണിംഗ് കൗൺസിലിങ്ങിൻ്റെ കൗൺസിലിംഗ് ചെയ്യുന്ന സഹോദരനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞ് ആ നമ്പർ കൊടുക്കുകയാണ്. ഉടനെ അദ്ദേഹം ഫോൺ വെച്ച് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഈ ബ്രദർ അല്ലെങ്കിൽ ഈ കൗൺസിലർ പ്രാർത്ഥിക്കുകയാണ്. ഈ കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞ അതേ മെസ്സേജ് അദ്ദേഹം വീണ്ടും പറയുകയാണ്. ഈ വിദേശത്ത് നിന്ന് വിളിച്ച മകനോട് ചോദിച്ചു, താങ്കളുടെ അപ്പനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അപ്പനെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് അപ്പൻ വലിയ മദ്യപാനിയായിരുന്നു. അന്ന് ഞാനും അപ്പനും തമ്മിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, പക്ഷേ അവസാന സമയത്ത് ഞാനാണ് അപ്പനെ സഹായിച്ചത്, അപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. അങ്ങനെ അപ്പൻ ഇപ്പം മരിച്ചുപോയി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുക. ഇത്രയും പറഞ്ഞപ്പോൾ ഈ കൗൺസിലിംഗ് ചെയ്ത ഈ സഹോദരൻ ബ്രദർ ഇവിടുന്ന് ഫോണിലൂടെ പറയുകയാണ്, താങ്കളുടെ അപ്പനെ കഴുത്തിൽ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി പല പ്രാവശ്യം മുഖത്തടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ചോദിക്കുക. ഇയാളങ്ങൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കുമ്പസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കുമ്പസാരിച്ചിട്ടില്ല. ഞാൻ അപ്പനെ വേദനിപ്പിച്ചിട്ടുണ്ട്, അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പനെ കഴുത്തിൽ പിടിച്ച് 3 പ്രാവശ്യം, 5 പ്രാവശ്യം, 10 പ്രാവശ്യം ചുമരിനോട് ചേർത്ത് നിർത്തി ഞാൻ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ കുമ്പസാരിച്ചിട്ടില്ല. സീരിയസ്നെസ് ഓഫ് സിൻ, ആ പാപത്തിന്റെ ഗൗരവം ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, താങ്കൾ പോയി ഓടിപ്പോയി ഇതുപോലെ എന്താണ് ഞാൻ എൻ്റെ അപ്പനോട് ചെയ്ത ദ്രോഹങ്ങൾ അത് കൃത്യമായി പറഞ്ഞു കുമ്പസാരിക്കുക. ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടോ? അമ്മ ജീവിച്ചിരിക്കണമെന്നോ? അമ്മയോട് പോയി മാപ്പ് ചോദിക്കാൻ പറഞ്ഞു അപ്പനെ തല്ലിയേനെ. അങ്ങനെ അദ്ദേഹം അതേപോലെ ചെയ്തു. ഒപ്പം തന്നെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായി, മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ തങ്ങളുടെ മകൻ വന്ന് ഇത് വിവാഹത്തിന് സമ്മതിക്കുന്നു പറഞ്ഞു. ഇതുപോലെ അദ്ദേഹം പോയി കുമ്പസാരിച്ച് അമ്മയോട് മാപ്പ് ചോദിച്ചു. ഈ ബ്രദർ പറഞ്ഞതുപോലെ 2 ആഴ്ചക്കുള്ളിൽ ആ മകൻ വന്ന് അപ്പനോട് പറയാ, ഇനി നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ വിവാഹത്തിന് സമ്മതമാണെന്ന്. പലത് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം കുമ്പസാരത്തിലൂടെ കിട്ടുന്ന അത്ഭുതങ്ങൾ നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിശദീകരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക. അതെങ്ങനെ? തുറന്ന് കുമ്പസാരി. അടഞ്ഞ കുമ്പസാരാണ് കുറേ തടസ്സങ്ങളുടെയും ബന്ധനങ്ങളുടെയും കാരണം. പല ദുശീലങ്ങളും വിട്ടുപോകുന്നില്ല. കുമ്പസാരത്തിലൂടെ 2 വലിയ അനുഗ്രഹം നമുക്ക് കിട്ടുക. നമുക്ക് ഒന്ന് മാത്രം ഓർമ്മയുള്ളൂ. ഒന്ന് പാപമോചനം കിട്ടും, പാപമോചനം കിട്ടാതെ മാത്രം നമുക്ക് ചിന്തയുള്ളൂ. പക്ഷെ രണ്ടാമത് വലിയൊരു അനുഗ്രഹം സഭ പഠിപ്പിക്കുന്നു. അത് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടും. അങ്ങനെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, തുറന്ന് നമ്മൾ കുമ്പസാരിക്കണം. ഒപ്പം തന്നെ അടുപ്പിച്ച് നമ്മൾ കുമ്പസാരിച്ച് നോക്കിയേ. ഇങ്ങനെ തുറന്ന് അടുപ്പിച്ച് നമ്മൾ കുമ്പസാരിച്ച് നോക്കി. അങ്ങനെയാണ് വിശുദ്ധരൊക്കെ കുമ്പസാരിച്ചത്. ഒരുപാട് ആന്തരിക ശാരീരിക സൗഖ്യം കിട്ടുന്ന മാത്രമല്ല, വലിയ വിടുതൽ എല്ലാ മേഖലകളിലും. സ്വയംഭോഗം, സ്വർഗഭോഗം, മറ്റ് ദേഷ്യപ്പെടുന്ന സ്വഭാവം, നമ്മുടെ എല്ലാ പാപശാപ ബന്ധനങ്ങൾ കെട്ടുകളൊക്കെ കഴിയുന്ന ഒരു മഹാകുദാശയാണ് കുമ്പസാരം എന്ന കുദാശ. അതുകൊണ്ടാണ് ഈശോ ഈ ദൈവസ്ഥലം തരിക. തുറന്ന് കുമ്പസാരിച്ച് ശീലിക്കുക. ഇങ്ങനെയുള്ള ബന്ധനങ്ങളൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം അനനീയാസും സഫീറായും ഈ ഒരു വചനഭാഗം വായിക്കുക. തുറന്ന് കുമ്പസാരിക്കേണ്ട പ്രാധാന്യം. ഒരിക്കലും കള്ളകുമ്പസാരം നടത്തരുത്. കള്ളകുമ്പസാരം ദൈവത്തോടെ നമ്മൾ നുണ പറയുന്നത്. അതുകൊണ്ട് കള്ളകുമ്പസാരമാണ് ഏറ്റവും വലിയ പാപം എന്ന് ചില ധ്യാനഗുരുക്കന്മാർ പറയാൻ കാരണം അതാണ്. ദൈവത്തോട് ആരെങ്കിലും നമ്മൾ നുണ പറയോ? അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തുമ്പോൾ നമ്മൾ തുറന്ന് കുമ്പസാരിക്കുക. എന്താണ് ഞാൻ ഈ ചെയ്തത്? അത് മുഴുവനായി അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി പറഞ്ഞ് നീ ഒന്ന് കുമ്പസാരിച്ചിട്ട് ഇറങ്ങി നോക്കിയേ. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിയില്ല. അത്ഭുതങ്ങൾ. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് ഈ സമയം ഉച്ചത്തിൽ വചനേറ്റ് വന്ന് പ്രാർത്ഥിക്കാം. ഏറ്റു പറയുന്നു, അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അവന്റെ ഭാര്യയും വന്നു. നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക. അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലച്ച വാതിലിന് പുറത്ത് കേൾക്കാം. അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവന്റെ കാൽക്കൽ മരിച്ചു വീണു. ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു. സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുളവായി. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. തുറന്ന് കുമ്പസാരിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കരമുയർത്തുക. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കരമുയർത്തുക. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോട്ടെ. ഇനി തുറന്ന് കുമ്പസാരിക്കാത്ത അനേകം 10,000 ലക്ഷക്കണക്കിന് മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, കുമ്പസാരമെന്ന കൂദാശയുടെ വിടുതലിന്റെ കൂദാശയുടെ പ്രാധാന്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവേ, കുമ്പസാരിക്കുമ്പോൾ വിടുതലുണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, പെയ്യട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ യേശുനാമത്തിൽ ഈ ശുശ്രൂഷയിൽ ലോകം മുഴുവനും സംഭവിക്കട്ടെ. കരമടിച്ചുകൊണ്ട് ശക്തിയോടെ ശബ്ദത്തെ കരങ്ങൾ വീശിയെടുത്ത് ചേർന്ന് പാടി പ്രാർത്ഥിക്കും. യേശുവിലേക്ക് നോക്കുക. ശക്തമായ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് സുഖിച്ച് എല്ലാവരും സുഖിച്ച് പ്രാർത്ഥിച്ച് ഉപസാരിക്കാനുള്ള പേടി വിട്ടുപോട്ടെ, ലജ്ജ വിട്ടുപോട്ടെ, നാണം വിട്ടുപോട്ടെ. ദൈവത്തിന്റെ ആത്മാവെ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമേ, അവരൽപ്പം അതിന്റെ മാതാക്കന്മാരും മുഖ്യ ദൂതന്മാരും സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ
മക്കളിലേക്ക് കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈ ധ്യാനിക്കുന്ന ഈ ശുശ്രൂഷയിൽ ആരൊക്കെ മക്കളിൽ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപത്ര സഹായികളെ സംരക്ഷിക്കുന്ന വിശുദ്ധീകരിക്കുന്ന വിമാനം കഴിയണമേ. സകല ശുദ്ധ മന്ത്രവാദ ആഭിചാര പുരോഗമനം ശിശുദോഷമായ സാധ്യത പിഴൽ ബാധ കൈവിഷണം ദൂരേറ്റണമേ. പാപകരമായ സ്ഥലത്തും അസൂയ ചതി വന്ദന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോകട്ടെ. സൗസന ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ കന്യകയുടെ സത്യയുടെ മധ്യസ്ഥാനം വികാര അപ്പ ഗൗരവമാനവരുടെ ശതമായ സാധാ സംരക്ഷിക്കാനും ശരീരത്തിൽ മനസ്സിൽ ആത്മാവിന്റെ കുടുംബത്തില് വ്യക്തിജീവന സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലൂടെ വസ്തുവിലും ഭക്ഷണങ്ങളും മാനസിക ശാരീരിക ആത്മീയമല്ല മാനസികമോ പ്രാബല്യമോ പൈശാചികമല്ല സകല ബന്ധനങ്ങൾ 10:4 ലൂക്ക 4 മർക്കോസ് 16 ജോലിവല്ല 3 വിശാല പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടി ദൈവങ്ങൾ വന്നിരിക്കുന്ന സത്യ സകലവിധ പ്രദർശനം ഇടിവിന്റെ ആസനങ്ങൾ ഉറപ്പുദ്ദേശം വാശി വരാൻ കർമ്മ കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ചെറിയാ ദിവ്യാസ് കോമാസ് വശനാസതി സ്വയംഭോഗ സമർപ്പണം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം ബുദ്ധി യുവാതലസം യോഗ്യാസം വിദ്യാസം ആകാശം മരണസം മോഡലെ സാമതിയുണ്ട് കടമുഖ ചെവി നോക്ക് ആഗ്രഹം വാക്കിലെ ചെറുതായിട്ട് രോഗപ്പെടുക അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊണ്ടവാടി സ്വഭാവം വിശ്വാസപരത്തിന്റെ ആത്മാവ് ക്ഷമിച്ചു പ്രാർത്ഥിക്കുക ശുദ്ധിച്ചു പ്രാർത്ഥിക്കുക വായ്പമായ ജപാചരണ തടസ്സങ്ങൾ രോഗസാധ്യ തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യശീലുള്ള ശുദ്ധികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിൽ പൈശാചിക അന്താസക്തി സാത്താസക്തി ദുരിതശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിനെ ശാസിക്കും. യേശു നാമത്തിന് ബന്ധിക്കും. യേശു നാമത്തിൽ ബഹിഷ്കരിക്കും. സ്വരപുരുഷന് അടിമായി ഇനി മേലൊരിക്കൽ ഞങ്ങളുടെ ഉറവിന്റെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് സാത്താനെ നിന്നോട് കൽപ്പിക്കുന്നു. ഉപസാരിക്കാനുള്ള ഭയം അതിന് പിന്നിൽ തിന്മയിലെ രീതിയെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിട്ടുപോട്ടെ. 83 സംഗീതത്തിന്റെ അഭിഷേകം നൽകിയ കർത്താവേ സായുള്ള വരികളെ നശിപ്പിക്കണമേ ദൈവമേ. സായുള്ള വരികളെ നശിപ്പിക്കണമേ കർത്താവേ. അഭിഷേകം കൂദാശയുടെ അഭിഷേകം കുർബാനയുടെ അഭിഷേകം കുമസാദിന്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കുന്ന കൂദാശയുടെ അഭിഷേകത്തിന് വേണ്ടി കരകൾക്ക് സ്തുതിക്കുന്നു. കുമസാദിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനാഭിഷേകം നടട്ടെ. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി സ്തുതിക്കുന്നു. വിശുദ്ധപരമായി നോക്കിക്കൊണ്ട് സ്തുതിക്കും. എല്ലാവരും ശ്രദ്ധിച്ചു. ശക്തമായി ശ്രദ്ധിക്കും. ആരും അവതരിക്കരുത്. ശക്തമായി ശ്രദ്ധിക്കുന്നു. വലിയ പരിശുദ്ധാത്മ അഭിഷേകത്താൽ സമുദ്രം വശിക്കുക. വാ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അറിയാവുന്ന പോലെ ഭാഷാവധി സ്തുതിക്കുന്നു. ബന്ധനം അഴിഞ്ഞവരെ സ്തുതിക്കുന്നു. മാനസിക രോഗികളൊക്കെ ഈ സമയം പ്രാർത്ഥിക്കുക. മാനസിക രോഗികളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മാനസിക ആരോഗ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെയുണ്ടോ? ശക്തമായി പ്രാർത്ഥിച്ചോ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. തിരിച്ചറിഞ്ഞ് പിന്നീട് സാക്ഷ്യം പറയാൻ ഏൽറോയിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തുക. സ്വരത്തിന് ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കുക. സ്വര സംബന്ധമായ തടസ്സമുള്ളവർ പ്രാർത്ഥിക്കുക. എപ്പോഴും സ്വരം പോകുന്നവർ അങ്ങനെ സ്വരത്തിന് ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിച്ചോ. ആ തടസ്സം ബന്ധനം ആ രോഗപീഠ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വരുമാനം ഒന്നും നിലനിൽക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ദമ്പതികളെ കാണിക്കുക. ഒരു ഷിജി ജോയ് ദമ്പതികളെ കർത്താവ് കാണിക്കുന്നു. വരുമാനം ഒന്നും നിലനിൽക്കുന്നില്ല ആ കുടുംബത്തില്. ആ ഷിജി ജോയ് ദമ്പതികളോട് വെഞ്ചിരിച്ച കല്ലുപ്പോ കൊണ്ടുപോയി വീടിന് ചുറ്റും പറമ്പിലൊക്കെ ശക്തിയിൽ വെതറിയിട്ട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നു.
അപ്പൊ വരുമാനം ഒന്ന് നിലനിൽക്കാത്ത അവസ്ഥ, ബന്ധനം തടസ്സം വിട്ടുപോകുമെന്ന് വ്യക്തമായ ആ ദമ്പതികളുടെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് സന്ദേശം തരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു.